ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിലെ മലയോര മേഖലകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ആവേശത്തിലാണ്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നീ മണ്ഡലങ്ങളിൽ മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. LDF തങ്ങളുടെ കോട്ടകൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ UDF ശക്തമായ തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ്. NDA കൂടി സജീവമായതോടെ മിക്കയിടങ്ങളിലും ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും ദൃശ്യമാണ്. കുടുംബയോഗങ്ങളും വാഹന പ്രചാരണ ജാഥകളും പൂർത്തിയാക്കി മുന്നണികൾ വോട്ടർമാരെ നേരിൽ കാണുന്ന അവസാനഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്കെത്തി. വന്യമൃഗശല്യവും നെറ്റ്വർക്ക് പരിമിതികളും കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടിയിൽ കുറ്റമറ്റ രീതിയിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കുക. 3 പോളിംഗ് ബൂത്തുകളാണ് പഞ്ചായത്തിൽ ക്രമീകരിക്കുന്നത്. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള ഹോം പോളിംഗ് നടപടികൾ പൂർത്തിയാക്കി. രാജമല പെട്ടിമുടിയിൽ നിന്നും 17 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഈ പ്രദേശം. 2010 രൂപീകൃതമായ ഇടമലക്കുടി പഞ്ചായത്തിൽ നിലവിൽ 14 വാർഡുകളാണുള്ളത്. ആകെയുള്ള 1800ഓളം വോട്ടർമാരിൽ 900-ലധികം പുരുഷന്മാരും 800-ലധികം സ്ത്രീകളുമുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ പുതിയ തലങ്ങളിലേക്ക് കടന്നത് ശ്രദ്ധേയമായി. വോട്ടർമാരെ ആകർഷിക്കാൻ ഹ്രസ്വ വീഡിയോകളും റീലുകളുമാണ് സ്ഥാനാർത്ഥികൾ പ്രധാനമായും ആയുധമാക്കിയത്. കൃത്യമായ പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗ് വൈദഗ്ധ്യവും സമന്വയിപ്പിച്ച് ഓരോ മുന്നണിയും സൈബർ ഇടങ്ങളിൽ കളം നിറഞ്ഞു. സിനിമകളിലെ പ്രശസ്തമായ ഗാനങ്ങളും BGMകളും ഉപയോഗിച്ചുള്ള റീലുകൾക്ക് വൻ പ്രചാരമാണ് ലഭിച്ചത്. വോട്ടർമാരിലേക്ക് നേരിട്ടെത്തുന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ ഇടങ്ങളിലെ സ്വാധീനം ഉപയോഗിച്ച് വോട്ടുറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. വരയാടുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം സന്ദർശകർക്കായി വീണ്ടും തുറന്നു. പ്രജനനകാലത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 1 മുതൽ 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശന സമയം. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. വരും ദിവസങ്ങളിൽ വരയാടുകളുടെ കണക്കെടുപ്പും നടക്കും. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയതായി പിറന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പരീക്ഷാക്കാലം കഴിഞ്ഞ് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ വരയാടുകളെ കാണുന്നതിനായി 100 കണക്കിന് സഞ്ചാരികൾ ദിവസവും മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായി. സ്വീപ്പ് പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയ elections.myidukki.com എന്ന വെബ്സൈറ്റിന്റെ പ്രവർത്തനം വോട്ടർമാർക്ക് വലിയ സഹായമാകുന്നുണ്ട്. ഈ പോർട്ടലിലൂടെ വോട്ടർമാർക്ക് തങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും വോട്ട് പ്രതിജ്ഞയെടുത്ത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാനും സാധിക്കും. മുതിർന്ന പൌരന്മാരെ സഹായിക്കാൻ താൽപര്യമുള്ളവർക്ക് വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഇതിലുണ്ട്. ദേവികുളം മണ്ഡലത്തിലെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഏകോപിപ്പിക്കാൻ ഇത്തവണ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കും. വാർത്താവിനിമയ സൗകര്യങ്ങളില്ലാത്ത ഇടമലക്കുടിയിലെ ഉൾവനങ്ങളിലെ ബൂത്തുകളിലടക്കം ഉദ്യോഗസ്ഥർക്ക് ഈ സേവനം ലഭ്യമാക്കും. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ, മുളകുതറ, മൂന്നാർ തെന്മല എസ്റ്റേറ്റ് കൃഷ്, മാങ്കുളം, ആനക്കുളം സെന്റ് ജോസഫ്സ് സ്കൂള് എന്നീ 4 ബൂത്തുകളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേറിട്ട മാതൃകയാണ് ഇത്തവണ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ സ്വീകരിക്കുക. വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 9 മണ്ഡലത്തിലെ 229 പോളിംഗ് സ്റ്റേഷനുകളിലും ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്നത് മുതിർന്ന പൌരന്മാരായിരിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.